ഹലോ, കട്ടൻ എന്ന് പേരുള്ള കുട്ടൻ എന്ന മുയലെ സുഖമായിരുന്നോ ഗൈസ്? നോക്കി ഗൈസ്, ഞങ്ങളുടെ ബുക്ക് ഷെൽഫ് പതുക്കെ പതുക്കെ വലുതാവുന്നു. ഇവിടെ ഇത്രയും ബുക്കുകളുണ്ട്, ഇവിടെ കുറച്ചുകൂടെ സെൽഫ് ഹെൽപ്പും മോട്ടിവേഷനും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം ഫിക്ഷൻ ടൈപ്പ് ബുക്സ് ആണ് ഗൈസ്. സെൽഫ് ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ എൻ്റെത്, കാരണം എനിക്ക് ഒരുപാട് ഹെൽപ്പ് വേണമെന്ന് ഗൈസ്. ഫിക്ഷനൊക്കെ അവളുടേത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എത്തിയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. ഇന്ന് ഫുൾ ഡേ ചില്ലിങ് ആയിരുന്നു ഗൈസ്. ഇനി രാത്രി നമ്മൾ ഹൃദയപൂർവ്വം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വത്തിന് ടിക്കറ്റ് എടുത്തേക്കാണ്. അപ്പോൾ ഇറങ്ങാൻ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. എന്താണ് ചെയ്യണം അവിടെ? ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാണ് ഗൈസ്. അതുകൂടെ ഓഫ് ചെയ്തോ? അത് പുറത്ത് ഓഫായി. 2 പടങ്ങളാണ് ഓണത്തിന് എല്ലാവരും കാണണം എന്ന് പറഞ്ഞാൽ. ലോക കണ്ടു, ലോക ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പടം. അപ്പോൾ ഇനി ഹൃദയപൂർവ്വം കൂടെ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയാം. അപ്പോൾ ലുലു മോളിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കാണ് ഗൈസ്. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. നമ്മൾ പടം കാണാനായിട്ട് ലുലു മോൾ എത്തി. ഇവിടെ കംപ്ലീറ്റ് ഓണം വൈബ് ഗൈസ്. നോക്കിയാണ് ഓണത്തുമ്പി ഇരിക്കുന്നത്. ഒരു മുതുക്കെന്ന് പറഞ്ഞ ഒരു മുതുക്ക് ഓണത്തപ്പൻ. ബുള്ളറ്റാണ് ഓടിക്കുന്നത്. എന്തോ മിറാക്കിളെന്നും പറഞ്ഞിട്ട് ഈ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി നേരെ മേളിലോട്ടൊന്ന് കയറി നോക്കാം ഗൈസ്. നമ്മൾ മേളിൽ പോകണതിനാണ് ബാത്ത് ആൻഡ് ബോഡി വർക്സിലൊന്ന് കയറിയ ഗൈസ്. അപ്പോഴത്തേക്കും ഇത് പിടിച്ചാണ് നമ്മൾ ശരണ്യയുടെ വീട്ടിൽ അവൾ ആ റൂമിൽ കണ്ട ഇതുപോലത്തെ ഒരു സാധനം ഇരിക്കുന്നത് ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാൻഡിലാണ്. ക്യാൻഡിലാണ് ഇത്. ആക്ച്വലി ഇത് കത്തിച്ച് കഴിഞ്ഞാൽ റൂം നിറച്ചും നല്ല മണമാണ്. പക്ഷേ ഇത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് നമ്മളതിൻ്റെ വില കാണുന്നത്. വെറും 3990 രൂപ. ഇത് ഓഫ് ഉണ്ടോ തോന്നുന്നു ബ്രോ? ഒരെണ്ണം 2500 രൂപയ്ക്ക് കിട്ടും. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആലോചിക്കാം ഗൈസ്. പിന്നെ ഇവരുടെ തന്നെ അപ്പോഴത്തേക്ക് ഇത് അടക്കി വന്ന കണ്ട് ഇതൊക്കെ അതുപോലത്തെ മെഴുകുതിരികളാണ്. ഇത് സിംഗിൾ മെഴുകുതിരി. ഇത് റൂമിനകത്ത് വെക്കുന്ന റൂം ഫ്രഷ്നറാണ്. ഇത് ഒരിക്കൽ കുത്തി ഓണായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെ ഇടുന്ന് റൂം ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഫ്രാഗ്രൻസിനോടുള്ളൊരു സ്നേഹം എനിക്ക് വരണത് ഈ ബമ്പർ ചിരിയിലോട്ട് ചെന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മളെ കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരെല്ലാം അവരെങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നത്, അവർ നിൽക്കുന്ന ഏരിയ എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളൊരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ റൂമിൻ്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്നതിൽ മണത്തിനൊരു വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിലയ്ക്കൊക്കെ അതാ കണ്ടോ 3 ക്യാൻഡിലിന് 6499. ഇത് ഓഫ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും വില കൊടുത്ത ആൾക്കാർ സെൻറ്റഡ് മെഴുകുതിരി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും മാത്രം ആൾക്കാർ മണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോഴത്തേക്കും എന്തായാലും തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. നല്ല മണം കണ്ടുപിടിച്ചിട്ട് ഒരു ക്യാൻഡിൽ ഞാൻ വാങ്ങും ഗൈസ്. കാരണം എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ റൂമിൽ ഒരെണ്ണം വെച്ച് മണത്തിരിക്കണമെന്ന്. അത് ക്യാൻഡിൽ വാങ്ങണോ റൂം ഫ്രഷ്നർ വാങ്ങണോ ഞാൻ ഗൈസ്? ഇതിൻ്റെ അകത്ത് ഈ ഊതെന്ന് പറഞ്ഞൊരു ഡാർക്ക് വെൽവെറ്റ് ഊതെന്ന് പറഞ്ഞത് നല്ല മണമായിട്ട് ഫീൽ ചെയ്തേട്ടാ. 3 തിരിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഞങ്ങളൊരു മണം ഒന്ന് ഫൈനലൈസ് ചെയ്യട്ടെ. ഒരു നീണ്ട അന്വേഷണത്തിന് ശേഷം ഞങ്ങളുടെ മണം കണ്ടുപിടിച്ച കേസ് ഡാർക്ക് വെൽവെറ്റ് ഊത്. ഇത് കൊള്ളാം. ഇത് ബില്ല് ചെയ്തോറും ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 2500 രൂപയ്ക്ക് ഒരു മെഴുകുതിരി വാങ്ങിച്ചു. കാലം പോയ ഒരു പോക്കേ. നീ 2500 മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ടോടി? അത് തന്നെയായിരുന്നു പണിയെന്നൊക്കെ. ഓക്കെ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് നമുക്കിനി സിനിമയും കൂടെ കാണാൻ പോകാം ഗൈസ്. അടുത്തത് വീട്ടിലത്തേക്ക് ഷോപ്പിംഗ് ആണ് ഗൈസ്. നമുക്ക് ഫാബ്രിക് സോഫ്റ്റ്നർ വേണമെന്ന് പറഞ്ഞിട്ട്, അല്ല ഇത് ഫാബ്രിക് കണ്ടീഷണർ. ഇതെന്തിനാടാ അത്? അപ്പം തുണിക്ക് മണം വേണം ഗൈസ്. ഞങ്ങളുടെ ബാത്റൂമിനകം മണക്കാനായിട്ട് ബാത്റൂം ഫ്രഷ്നറും എടുത്തു. ടോയ്ലറ്റ് പേപ്പർ ഗൈസ്. അവള് ക്യൂട്ട്നെസ് നോക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന്? ശരിക്കും പറഞ്ഞാണല്ലോ ഗൈസ്, ഇത് ടൂത്ത് പിക്ക് എടുക്കുന്ന സുനാപ്പിയാണ്. ജീരക മുട്ടായി. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇത് ഗൈസ്? ഇത് ക്യൂട്ട്നെസ് വാരി വിതർന്നതായതുകൊണ്ട് ഈ കരടിയെ കുട്ടിയെ നമ്മൾ എടുക്കുന്നതാണ്. വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തിടാനായിട്ടുള്ള കവറ്, ടിഷ്യൂ പേപ്പർ, ഫേഷ്യൽ ടിഷ്യൂവിൻ്റെ ഒരു ബോക്സ് വേണമായിരുന്നു കേസ്. അത് എനിക്ക് അധികം ഇഷ്ടമല്ലെങ്കിലും വർഷയ്ക്ക് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് കൊണ്ട് പിസ്താഷ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഡീഹൈഡ്രേറ്റഡ് നെല്ലിക്ക വാങ്ങാൻ പോണത്. ടേസ്റ്റാണ് പക്ഷേ നല്ല ടേസ്റ്റാണല്ലേ? ഓക്കെ, അപ്പോൾ അതെടുക്കാം. ഒരു ട്രയൽ ഡോസായിട്ട് ഒരു 250 ഗ്രാം എടുക്കാം നമുക്ക്. ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് മെഴുകുതിരിയുടെ അത്രയും പൈസ ആയില്ല കേസ്. സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി ഓടി കേസ്. നമ്മുടെ 10:40 ഷോയാണ്, 10:40 ലെക്സിലെത്തി കേസ്. ടിക്കറ്റിന് കൊടൂര വിലയാണെങ്കിലും
ഇവിടെ ഭയങ്കര പീസും നല്ല ആംബിയൻസും ആണ്. ഈ ലെക്സുകാരുടെ ഒരു ഗുണം, നല്ല PVRന്റെ പൊതുവേ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും 10 മിനിറ്റ് അല്ലെ ഒരു മിനിമം ഒരു 5 മിനിറ്റൊക്കെ ലേറ്റായ ഷോ തുടങ്ങുള്ളൂ. പിന്നെ നമ്മളെടുത്തത് ലെക്സ് ആയതുകൊണ്ട് നമുക്ക് കിടന്ന് കാണാം. ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ സീറ്റ്. ഈ സാധനം മേലോട്ടാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. ഇവിടെ നമുക്ക് സമാനമായിട്ടിരിക്കാം. ഈ സ്വിച്ച് ഒക്കെ ആണെങ്കിൽ നമ്മുടെ റിക്ലൈനർ സെറ്റ് ആവും. ഹെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാല് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഹൃദയപൂർവ്വം കണ്ടിട്ട് വരാം. ഹൃദയത്തിൽ നിന്നുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഹൃദയം കൊണ്ട് നിങ്ങളത് കേൾക്കണം, എന്നിട്ട് ഹൃദയത്തിൽ തന്നെ എടുക്കണം. 1:30 മണിയായി സിനിമ തീർന്നോ. 10:45 കയറി, 11:45, 12:45, 2.25 മണിക്കൂർ പടം. ഇല്ല, 2.5 മണിക്കൂർ പടം. പക്ഷെ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പേസ്ഡ് മൂവിയാണ്. ഒരുപാട് വലിയ ഹൈയും ഇല്ല, ഒരുപാട് വലിയ ലോയും ഇല്ല. ഒരു ഇങ്ങനെ മൊണോട്ടോണായിട്ട് പോകുന്നൊരു പടം. കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കിടിലോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂഡ്. എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇഷ്ടപ്പെട്ട്, പക്ഷേ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിച്ചു നീട്ടിയോ ലാസ്റ്റ് അല്ലേ? അവള് മറ്റേ അച്ഛന്റെ കാര്യമൊക്കെ പറയണ കൊറേ വലിച്ചു നീട്ടിയ. ഓക്കെ, അപ്പൊ അതാണ് കേസ് അവളുടെ ഒപ്പീനിയൻ. എനിക്ക് ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. തെറ്റു പറയാൻ പറ്റില്ല കേസ്. 1:30 മണിയായി. ഇനിയിപ്പം നൈസായിട്ട് ഞങ്ങൾ പോട്ടെ. എന്നിട്ട് 4000 രൂപയുടെ മെഴുകുതിരി, അതായത് ഡിസ്കൗണ്ട് 2500 രൂപയുടെ മെഴുകുതിരി പോയി കത്തിച്ച് നോക്കട്ടെ കേസ്. എന്തിനാണ് അതിലുള്ളതെന്ന് അറിയട്ടെ. എന്തായാലും പടം ഓക്കെ ഒരു പടം. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ തിരിച്ച് റൂമിൽ എത്തി ഗൈസ്. 2 സംഭവങ്ങളുണ്ട്. ആദ്യം ഈ ഡ്രൈഡ് ഇതെന്തിരുത് നെല്ലിക്ക, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരെണ്ണം എടുത്ത നല്ല മരം. പക്ഷെ കൊള്ളാം കേട്ടോ. പഞ്ചസാര ഇട്ടാണ് ട്രൈ ചെയ്യണത്. ആണല്ലേ, പഞ്ചസാര ഇട്ട് ഉണക്കും അല്ലേ. രണ്ടാമത്തത് ഗൈസ് നമ്മുടെ 4000 രൂപയുടെ മെഴുകുതിരി. എനിക്കിതിൻ്റെ വില മാത്രം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല. പിടിച്ചേ, അതിന് മാത്രമൊക്കെ ഉണ്ടാവും. നോക്കട്ടത്. ഇത് നമുക്ക് എവിടെ വെക്കാം? നമുക്ക് ബുദ്ധന്റെ ഫ്രണ്ടിൽ വെക്കാം അല്ലേ? 3 തിരിയൊക്കെ ഉണ്ട്. ഉണ്ടാ ഇത് ഗൈസ് ഒരെണ്ണം. അയ്യോ, അത് തുറന്നതിൻ്റെ ആയിരിക്കും എടാ. എനിക്ക് തോന്നുന്നു ഒരു മെഴുകുതിരി 6 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. കത്ത് ഒരെണ്ണം കൊണ്ടുണ്ട്, 2 എണ്ണം കൊണ്ടുണ്ട്. സാധാരണ മെഴുകുതിരി കത്തുന്ന പോലെ തന്നെ 4000-ന്റെ മെഴുകുതിരിയും കത്തുന്നത്. കത്തുന്നുണ്ട് കേട്ടോ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്ത് മണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ മണത്ത് നോക്കിയിട്ട് പറയും ഗൈസ് നിങ്ങൾക്ക്. അതെ, ഇതുവരെ കിട്ടി തുടങ്ങിയില്ല. എന്തെങ്കിലും കത്തി ഒരു വിധമാവട്ടെ ഗൈസ്. ഓക്കെ, റൂമിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയി കാണും. നമുക്ക് അകത്ത് കയറി സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, ഇങ്ങനെയാണ് ഒരു ആംബിയൻസ് കേട്ടാ. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. സ്മെല്ലുണ്ട്. നേരത്തെ നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മണം ഇല്ലായിരുന്നു. ഒരു 2 മിനിറ്റ് കത്തിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കയ്യിൽ നിന്ന് പൈസ പോകുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മണം ഉണ്ട് ഈ റൂമിനകത്ത്. അതെ. ഇപ്പം കത്തി വാക്സ് ഉരുകി, എനിക്ക് തോന്നുന്നു വാക്സ് ഉരുകുമ്പോഴാണ് ആ മണം സ്പ്രെഡ് ആവുന്നത് കേട്ടോ. ഇപ്പം നല്ല ഒരു മണമുണ്ട് റൂമിന്. കൊള്ളാം. പക്ഷേ 4000 രൂപയ്ക്ക് മണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ആദ്യത്തെ സെൻറ്റഡ് ക്യാൻഡിലാണിത്. സെൻറ്റഡ് ക്യാൻഡിൽ വാങ്ങി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ഇതിനിങ്ങനെയൊക്കെ തന്നെയാണോ റേറ്റ് വരുന്നത്? എന്തായാലും കൊള്ളാം. നമ്മൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആ ക്യാൻഡിൽ മണപ്പിക്കുമ്പോൾ ഉള്ള മണം ഇപ്പോൾ ഈ റൂം നിറച്ചുകൊണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ഇതുണ്ട് ഗൈസ്. ഫാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല. AC ഉള്ള റൂമിലാണെങ്കിൽ സീനില്ല. ഇത് നമ്മുടെ ടെഡി ബെയർ. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഗൈസ്. കാണിച്ചു കൊടുത്തോ. ജീരക മുട്ടായി ഇട്ടിരുന്ന കണക്ക്. ഓക്കെ, അത് സെറ്റ് ഡൺ. അപ്പോൾ അതായിരുന്നു ഗൈസ് നമ്മുടെ കുഞ്ഞു മെഴുകുതിരി വാങ്ങി ടെസ്റ്റ്. കുഞ്ഞെന്ന് പറയാൻ പറ്റൂല, മെഴുകുതിരി വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കിയ വ്ളോഗ് ഗൈസ്. 2:30-2:45 മണിയായി.
ഞങ്ങൾ പതുക്കെ പോയെന്ന് കിടക്കട്ടെ. ഭയങ്കര ഗൈസ് എന്തോ കുഞ്ഞു വ്ളോഗായിരുന്നു. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നൊന്ന് സെറ്റിലിൻ ആവുന്നേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും നിങ്ങളും പോയി ചില്ലടിക്കൂ ഗൈസ്. ലവ് യു, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.